നോമ്പുകളും മറ്റുള്ള എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഖുർആനിൻ്റെ ഹൃദയമാകുന്ന യാസീനിൻ്റെ പകുതിയേറെ ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തതൊക്കെ നാളെ പാരത്രിക ലോകത്ത് ഉപകാരം കിട്ടുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞ പല അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തി. സൂര്യചന്ദ്രനിലുള്ള വ്യത്യാസങ്ങൾ, അത് കൂട്ടിമുട്ടാതെ നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഇന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് വആയത്തുല്ലഹും, മനുഷ്യർക്ക് വലിയ ദൃഷ്ടാന്തമാണ്. അന്നാ ഹമൽനാ ദുർരിയത്തഹും, മനുഷ്യ മക്കളെ നാം ചുമന്നുകൊണ്ടുപോയി എന്നുള്ളത്. ഫിൽ ഫുൽക്കിൽ മഷ്ഹൂൻ, നിറക്കപ്പെട്ട കപ്പലിൽ. കപ്പൽ എന്നത് വലിയ അത്ഭുതമാണ്. ഇത് പറയുന്നത് എന്നാണ് AD 632 ഹബീബായ തങ്ങൾ ലോകത്തോട് വിട പറയുന്നത്. അന്ന് ആ കാലഘട്ടത്തിൽ ഈ കപ്പലും കണ്ടുപിടുത്തങ്ങളൊന്നും കണ്ടുപിടിച്ച ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ യൂറോപ്യർ, അമേരിക്ക പോലത്തെ പാശ്ചാത്യ രാഷ്ട്രങ്ങൾ, അവർ എന്താണ് വെളിച്ചമെന്നറിയാതെ അവരുടെ കടപ്പുറങ്ങളിലൂടെ കക്ക കുറുക്കിക്കൊണ്ട് നടക്കുന്ന കാലഘട്ടത്തിലും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് വആയത്തുല്ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽക്കിൽ മഷ്ഹൂൻ. നിറക്കപ്പെട്ട സമുദ്രത്തിലൂടെ നിറക്കപ്പെട്ട കപ്പലുകളിൽ മനുഷ്യരെ നടത്തിയത് അവർക്ക് വലിയ ദൃഷ്ടാന്തമാണ്. ഇതിൻ്റെ തഫ്സീറുകളിൽ മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാനരാകുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ കപ്പലിനെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അന്ന് മനുഷ്യകുലത്തിൽ ഇന്ന് ശേഷിക്കുന്ന സർവരും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ കപ്പലിൽ കയറിയിട്ടുള്ള ആളുകളാണ്. നമ്മൾ കയറിയെന്ന് പറഞ്ഞാൽ നമ്മളെ ഉപ്പാപ്പമാർ അതിൽ കയറിയത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ബാക്കിയുണ്ടായത്. അതല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് ബഹുഭൂരിപക്ഷത്തെയും അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ആളുകളെയാണ്. ഈ കൂട്ടത്തിൽ തന്നെ കപ്പൽ യാത്ര ചെയ്ത ആളുകൾ എത്ര ഉണ്ടാവും? കുറവല്ലേ? നമ്മൾ ചെയ്തനോ? എങ്ങോട്ട് അജിനോ? വളരെ ബാക്കിക്കാക്കാൻ ചെയ്തനോ? ഇപ്പം ലക്ഷദ്വീപിലൊക്കെ പോകുന്നതുകൊണ്ട്, ഞാനൊക്കെ ചെയ്തല്ലോ, ലക്ഷദ്വീപിലൊക്കെ പോകുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ അവസരങ്ങളുണ്ട്. അള്ളാഹു തആല എല്ലാം കാണാനുള്ള അവസരം നൽകട്ടെ. മാണകി ആമി പറഞ്ഞോളൂ, നമുക്കത് കാണണ്ടേ. കപ്പൽ ലോകം പറഞ്ഞ കപ്പൽ തന്നെ വളരെ വ്യത്യസ്തമാണ്. നമ്മൾ ഓർത്ത് നോക്കിയാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല വഖലഖനാ മിൻ മിസ്ലിഹി മാ യർകബൂൻ, ഇതിനെക്കുറിച്ചും ചിന്തിക്കുന്നതിന് മുമ്പേ അന്ന് കുതിരമ്മലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് അള്ളാഹു തആല പറയുന്നത് മനുഷ്യരെ നമ്മൾ കപ്പലിലൊക്കെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കിയാണ് മനുഷ്യർക്ക് അള്ളാഹു തആല നൽകിയ അനുഗ്രഹം. ഒരു സിംഹം, വളരെ കാട്ടിലെ ഒരു രാജാവല്ല സിംഹം, സിംഹത്തിന് വിശന്ന് കൊണ്ട് തൻ്റെ വീട്ടിൽ കഴിഞ്ഞാൽ കാട്ടിലിങ്ങനെ ഗുഹയിൽ കഴിയുന്ന സിംഹത്തിനറിയാം അപ്പുറത്തൊരു കടലുണ്ട്, ആ സമുദ്രത്തിൽ എനിക്ക് വേണ്ട മത്സ്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ സിംഹത്തിന് വണ്ടി കയറി പോകാൻ കഴിയോ? പോകണം വിചാരിച്ച് അവിടെ പോയി ചൂണ്ടടിച്ച് പിടിച്ചാൻ കഴിയോ? മനുഷ്യർക്ക് അങ്ങനെയല്ല. മനുഷ്യർക്ക് അള്ളാഹു നൽകിയ ദൃഷ്ടാന്തങ്ങളാണ്. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, മനുഷ്യനെ സമുദ്രത്തിലും കരയിലും ഒരേപോലെ അള്ളാഹു തആല സഞ്ചരിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഖുർആൻ പറയുന്നു വഖലഖനാ മിൻ മിസ്ലിഹി മാ യർകബൂൻ, ഈ കപ്പൽ പോലെ ധാരാളം അവർക്ക് വാഹനം യാത്ര ചെയ്യാനുള്ള പലതും നാം സൃഷ്ടിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിലൂടെ പറന്നു കിടക്കുന്ന അല്ലെങ്കിൽ നടന്നു പോകുന്ന ഫ്ലൈറ്റുകൾ അല്ലെങ്കിൽ ഹെലിപാഡുകൾ, അതൊക്കെ അതിനുള്ള ഉദാഹരണങ്ങൾ മാത്രമാണ്. ഹെലികോപ്റ്ററുകൾ, അതൊക്കെ അതിന് വലിയ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ്. അതുപോലെ നിലം തൊടാതെ പറന്നുകൊണ്ടിരിക്കുന്ന ജെറ്റ്, മറ്റുള്ള മെട്രോ സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ, വാഹനങ്ങൾ എല്ലാം മനുഷ്യർക്ക് വാഹനം കയറാൻ വേണ്ടിയിട്ട്, യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നാം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നത് ചുരുങ്ങിയത് AD 632 മുമ്പാണ്. എന്നാൽ നിങ്ങൾ ഓർത്തു നോക്കി, നമ്മുടെ ജെയിംസ് വാട്ടാണ് ആദ്യമായിട്ട് ആവി യന്ത്രം കണ്ടുപിടിക്കുന്നത്.
ആവിയന്ത്രം അറിയില്ലേ, ആദ്യമായിട്ട് ഈ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നത് ആവി കൊണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം തലവേദന കാരണം വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയില്ല. സ്കൂളിലേക്ക് പോകാതിരിക്കുന്ന വീട്ടിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് അമ്മ അടുപ്പിൽ പാചകം ചെയ്യുന്നത് കണ്ടപ്പോൾ ആവി ഇങ്ങനെ പുറപ്പെടുന്നത് കണ്ടു. അയാൾ മനസ്സിലാക്കി ഈ ആവിക്ക് എന്തോ ഒരു ശക്തിയുണ്ട്, അതുകൊണ്ടാണല്ലോ അതങ്ങനെ മുകളിലുള്ള ആ മൂടിയെ അല്ലെങ്കിൽ മുകളിൽ പാത്രത്തിൽ വെച്ചിട്ടുള്ള മൂടിയൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ മാത്രം ശക്തി ആവിക്കൊണ്ടെന്ന് മനസ്സിലാക്കി. ആദ്യമായിട്ട് ആവി യന്ത്രങ്ങളിലേക്ക് തിരിയുന്നത് ജെയിംസ് വാട്ടാണ്. തെർലിയത്തിലൊന്നും വേണ്ട, ഒരു ശാസ്ത്രജ്ഞന്റെ പേരാണ്. ഏതായാലും അദ്ദേഹം കണ്ടുപിടിച്ചു 1785 ജോൺ ഫിക്സ് ആണ് ആദ്യമായിട്ട് ആവി ബോട്ട് കണ്ടുപിടിക്കുന്നത്. അന്നു മുതലാണ് യന്ത്രത്തിലേക്ക്, കപ്പലുകളിലുള്ള യന്ത്രവൽക്കരണത്തിലേക്ക് മാറ്റം കുറിക്കുന്നത്. അതിനുശേഷം 1807 ക്ലർമോണ്ട് എന്ന കപ്പൽ, വലിയ കപ്പൽ നിലവിൽ വരുന്നത്. 1807 എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 1200 വർഷം കഴിഞ്ഞിട്ട് ശേഷമാണ് ഇങ്ങനെ വരുന്നത്. എന്നാലോ ഖുർആൻ അന്നേക്കും അന്നേ പറഞ്ഞു, വലഹുൽ ജവാരിൽ മുൻശആതു ഫിൽ ബഹരി കൽ അഅലാം. സമുദ്രം പോലെ വലിയ കപ്പലുകൾ ആ വെള്ളത്തിലൂടെ അല്ലെങ്കിൽ സമുദ്രങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പർവ്വതം പോലത്തെ കപ്പലുകളൊക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് ചലിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ കാലങ്ങൾക്ക് മുമ്പേ പ്രതിവച്ചു. അന്നൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനും ശാസ്ത്രവും മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നും ഖുർആനായിരിക്കും അതിജയിക്കുക എന്ന് പരിശുദ്ധ ഖുർആനിലെ ഓരോ വെല്ലുവിളികളും നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. എന്നാല് നമ്മളിങ്ങനെ വിചാരിക്കും, കപ്പലിപ്പൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചതല്ലേ, മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ലേ കപ്പൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷത്തിലും സാക്ഷാൽ ലക്ഷദ്വീപിൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, ലക്ഷദ്വീപിൽ ഒരു ദ്വീപിലേക്ക് ഒരു കപ്പലിന്റെ അല്പഭാഗം അങ്ങോട്ട് കയറിയതാണ്. ഇത്ര കാലമായിട്ടും ഈ സാങ്കേതിക വിദ്യകളൊക്കെ കണ്ടുപിടിച്ചിട്ടും ആ കപ്പൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കടലിലേക്ക് തള്ളി മാറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതൊക്കെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഈ അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ കപ്പൽ ചലിച്ചു കൊണ്ടിരിക്കുന്ന അതിന്റെ ചാലക ശക്തിയെ അടക്കി നിർത്താൻ അല്ലാഹു കഴിയും. അങ്ങനെ ആ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ റവാക്കിദ് എന്നതിന് തഫ്സീർ പറഞ്ഞത് ലാ തജീഉ വലാ തദ്ഹബ് വവാഖിഫതൻ അലാ വഹിരി, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അവിടെ സ്റ്റോപ്പായിട്ട് നിർത്താനും അല്ലാഹു തആലാക്ക് കഴിയും. അവന്റെ റഹ്മത്ത് കൊണ്ടാണ് അതൊക്കെ അവൻ വിട്ടുവെക്കുന്നത്. ഈ സൂറത്ത് യാസീൻ പഠിപ്പിക്കുന്നു, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നോരിഖുഹും, അവരെയെല്ലാം മുക്കിക്കളയാൻ നമുക്ക് കഴിയുമായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, നമുക്കൊക്കെ ഓർമ്മയുണ്ട് ടൈറ്റാനിക് അല്ലേ, ഇന്നും സമുദ്രത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈറ്റാനിക് കപ്പൽ 1912 ഏപ്രിൽ 14 മുങ്ങിയത്. ആ യാത്ര, അതിന്റെ കന്നിയാത്ര നടത്തുന്ന സമയത്ത് അന്ന് വലിയ പണക്കാരായ ആളുകൾ, എണ്ണപ്പെട്ട ആളുകൾ മാത്രമാണ് അതിൽ യാത്ര സഞ്ചരിച്ചിരുന്നത്. അന്ന് കപ്പിത്താൻ പറഞ്ഞു, മാധ്യമങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കപ്പൽ അതിജയിക്കുക തന്നെ ചെയ്യും. സാക്ഷാൽ ദൈവം വിചാരിച്ചാൽ പോലും ഈ കപ്പൽ മുക്കാൻ സാധിക്കുകയില്ല, അത്രയും സംവിധാനങ്ങളാണ് ഈ കപ്പലിന് എന്ന് പറഞ്ഞ് ഒരു നേരം പുലരുന്നതിന് മുമ്പ് തന്നെ അവരതാ ആ പർവ്വതത്തിൽ ഇടിച്ചുകൊണ്ട് ആളുകൾ നശിച്ചു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട്, സൂറത്ത് യാസീൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ കപ്പലിലുള്ള മനുഷ്യരെ മുക്കാൻ നമുക്ക് സാധിക്കും. ഫലാ സ്വരീഖ ലഹും, അങ്ങനെ മുക്കിക്കഴിഞ്ഞാൽ ഫലാ സ്വരീഖ ലഹും, സ്വരീഖ് എന്ന വേർഡിന്റെ അർത്ഥം നിലവിളി കേട്ടാൽ രക്ഷപ്പെടുത്തുന്ന ആള് എന്നാണ്. അട്ടഹാസം കേട്ടാൽ രക്ഷിക്കാനുള്ള ആളുകൾ, ഫലാ സ്വരീഖ ലഹും, അങ്ങനെ അട്ടഹസിച്ചു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടാവുകയില്ല. ടൈറ്റാനിക് മുങ്ങിയ സമയത്ത് എത്രയെത്ര ആളുകൾ അതിന് ശ്രമിച്ചു കഴിഞ്ഞു. അതിന്റെ പാർട്സുകൾ കിട്ടാൻ തുടങ്ങിയത് എന്നാണ്? 1986 അതിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. 912 അത് മുങ്ങിയിട്ട്
1986 അതിന്റെ പാർട്സുകൾ കിട്ടിത്തുടങ്ങിയതെങ്കിൽ സഹോദരന്മാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹ് പഠിപ്പിക്കാണ്, അവർക്ക് ആർത്ത അട്ടഹസിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താൻ ഒരാളുകളും ഉണ്ടാവുകയില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ വലാഹും യുൻഖദൂൻ, മാത്രവുമല്ല അവരിന്ന് രക്ഷപ്പെടുകയുമില്ല. മുക്കിക്കഴിഞ്ഞാൽ കടലിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങളും ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് ഇല്ലാ റഹ്മത്തൻ മിന്ന, നമ്മളെ റഹ്മത്ത് കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ തോന്നിവാസങ്ങൾ, വേശ്യാവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കടലിൽ വെച്ചിട്ടുള്ള നങ്കൂരങ്ങളിലാണ്, അല്ലെങ്കിൽ കപ്പലുകളിലാണ്. വലിയ വലിയ ആഡംബര കപ്പലുകൾ, ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലുകൾ, 2 ലക്ഷം 3 ലക്ഷം 6 ലക്ഷം ഒക്കെ ടിക്കറ്റ് വരുന്ന കപ്പലുകളിൽ വളരെ വൃത്തികേടുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ഇല്ലാ റഹ്മത്തൻ മിന്ന, അതൊക്കെ നമ്മളെ റഹ്മത്ത് കൊണ്ട് അങ്ങനെ നടന്നു പോകുന്നു എന്ന് മാത്രം. ഏതായാലും കുറഞ്ഞ കാലമല്ലേ അവർക്ക് സുഖിക്കാൻ കഴിയുള്ളൂ, അതുകൊണ്ട് മാത്രം വിടുകയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഖുർആൻ വെല്ലുവിളിച്ച ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും. അതിനൊരു ഉദാഹരണം മാത്രമാണ് യഥാർത്ഥത്തിൽ ടൈറ്റാനിക് അടക്കമുള്ള കപ്പലുകൾ അങ്ങനെ ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു ചെറിയ കപ്പലൊക്കെ മുങ്ങുക എന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നതാണ്. മറ്റുള്ളവർക്കത് പാഠമുണ്ടാകട്ടെ, ഇതൊന്നും നമ്മളെ നിയന്ത്രണത്തിലല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യുന്ന പ്രവർത്തനം മാത്രമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നതിന് മുമ്പ്, മനുഷ്യർക്ക് ചിന്ത വരുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ചൊക്കെ വളരെ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദ്യമായിട്ട് കപ്പൽ സംവിധാനം കണ്ടുപിടിക്കുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സംവിധാനം കണ്ടുപിടിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ? നല്ല കപ്പൽ എന്നല്ല ഖുർആൻ പറഞ്ഞത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഹമൽനാഹും ഫീ ദാത്തി അൽവാഹിൻ വദുസുർ, പലകകളിലും കയറുകളിലുമാണ് നൂഹ് നബിയെ നമ്മൾ ചുമന്നു കൊണ്ടുപോയത്. അന്ന് ആണി പോലും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനത്തെ കാലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ സംവിധാനത്തെ കുറിച്ച് വലിയ കപ്പൽ എന്ന പ്രയോഗം ഖുർആൻ പ്രയോഗിച്ചിട്ടില്ല. അപ്പൊ ആ കപ്പലല്ല അത്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അത്യാധുനിക കപ്പലുകളാണ് എന്ന് മഹത്തുക്കളാകുന്ന മുഫസ്സിറുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയങ്ങളിലൊക്കെ നമുക്കൊരു ബോധം ഉണ്ടാകുക. അല്ലാഹു തആല പറയാത്തൊരു കാര്യവും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ഇതൊക്കെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നവർ. ഇതുകൊണ്ടാണ് ഖുർആൻ ഇന്നും പഠനം നടത്തിയിട്ട് ഇപ്പോഴും പഠനം നടത്തപ്പെട്ടിട്ട് ഒരു ന്യൂനമായ ഒരു വാക്കുപോലും ഖുർആനിൽ ഇല്ല എന്ന് സയനിസ്റ്റുകൾ വരെ സമ്മതിച്ചു കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഇങ്ങനെ യാസീൻ ഓതുമ്പോഴേ നമ്മളിങ്ങനെ ഓതുമ്പോൾ തോന്നും ഇതിപ്പോഴത്തെ പണ്ടത്തെ ഖുർആനല്ലേ, ഈ യഥാപതൊരു പഴമുള്ള ഖുർആന് എന്ന് തോന്നി. നമ്മൾക്കൊരു പുതുമല്ലാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിൽ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ആ ഖുർആനിന്റെ അത്ഭുതങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെ ഖുർആനിലൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പഠിപ്പിക്കുന്നുണ്ട്, മനുഷ്യർക്ക് ഓരോ ദൃഷ്ടാന്തങ്ങളും നമ്മൾ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. ഖിയാമത്ത് നാൾ അവസാനിക്കുന്ന സമയത്ത് പോലും ഒരു ദൃഷ്ടാന്തമെങ്കിലും കാണാൻ ബാക്കിയുണ്ടാകും. ആ ദൃഷ്ടാന്തമൊക്കെ കാണുമ്പോൾ അറിയാൻ കഴിയും ഇതിന്റെ പിന്നിൽ ഒരു അജയ്യനായ, ഒരു സർവശക്തനായ ഒരു റബ്ബ് ഉണ്ട് എന്നുള്ള കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിലൊക്കെ വലിയ ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം മരിക്കുന്ന സമയം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അംഗീകരിച്ചുകൊണ്ട് ഈമാനോടുകൂടെ അല്ലാഹു തആല നമ്മയെല്ലാം മൗത്താക്കി തരുമാറാകട്ടെ. ഇന്ന് എല്ലാവരും അസർ നിസ്കരിക്കാൻ പള്ളിക്ക് എത്തണം. അസർ നിസ്കരിച്ച് 10 മിനിറ്റ് ഇഖാമത്ത് കൊടുക്കാൻ ഉണ്ടാവില്ല. അതിനാണ് ഓർമ്മപ്പെടുത്തുന്നത്. അസർ ബാങ്ക് കൊടുത്ത് ഉടനെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇഖാമത്ത് കൊടുക്കണം. സുന്നത്ത് നിസ്കരിച്ച് ഇഖാമത്ത് കൊടുത്ത് മൗലൂദ് തുടങ്ങണം. എല്ലാത്തിനും നിങ്ങൾ സജീവമാകാറുണ്ട്, എന്നാലും ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളൊക്കെ സജീവമായിട്ട് മുന്നോട്ടുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ആ പണിയൊക്കെ നേരത്തെ തീർത്ത് മൗലൂദിന് എല്ലാവരും പങ്കെടുക്കണം അല്ലേ. മറ്റത് നമ്മളിവിടെ ഇങ്ങനെ കാര്യമായിട്ട് തോർക്കുമ്പോൾ നമ്മളവിടെ കെട്ടിമറിഞ്ഞ് പണിയെടുത്ത് കഴിഞ്ഞാൽ കൂലി കിട്ടുമോ കിട്ടുക എന്നൊക്കെ വേറെ കാര്യം. നമ്മളെ ദുആയിൽ പങ്കെടുക്കാന്ന് വേറെ ഉണ്ടോ അല്ലേ. അത്രയും കാര്യം ചെയ്തിട്ട് ദുആയിൽ പങ്കെടുക്കാതിരിക്കാറിന് വളരെ പ്രയാസമാണ്. അപ്പൊ അത് മൊയ്യാക്കേണ്ട ഓർമ്മപ്പെടുത്തുകയാണ്.
ആൾക്കാരൊക്കെ അതിനും കൂടി പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇജാബത്തുള്ള ദിവസങ്ങളിൽ പെട്ടതാണ്. സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസമല്ലേ. തങ്ങൾ വളരെ കരഞ്ഞ് ദുആ ചെയ്ത ദിവസങ്ങളാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ അതൊക്കെ ഓർത്തുകൊണ്ട് നമുക്കും അങ്ങനെ ദുആയിൽ പങ്കെടുക്കാൻ കഴിയണം. നമ്മുടെ ദാനധർമ്മങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും അവൻ ഇഷ്ടപ്പെട്ട അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.